ഇന്നത്തെ ലെസൺ പ്രിപ്പൊസിഷൻസിനെ കുറിച്ചാണ്. പ്രിപ്പൊസിഷൻസിന്റെ യൂസിനെ കുറിച്ച് നമുക്ക് ചില ജനറൽ ഗൈഡ് ലൈൻസ് തരാനേ കഴിയും. പൊതുവെ ഇതെല്ലാം നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ടത് തന്നെയാണ്. കാരണം ഒരേ മീനിങ് വരുന്ന ഒന്നിലധികം പ്രിപ്പൊസിഷൻസ് ഇംഗ്ലീഷിലുണ്ട്. പ്രിപ്പൊസിഷൻസ് വരുന്ന ചില കോമൺ വേർഡ് കോമ്പിനേഷൻസ് ആണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ നോക്കുന്നത്. ഈ ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ലെസന്റെ ഹോംവർക്ക് ഒന്ന് നോക്കാം. അവൾക്ക് കുറച്ച് പണം കടം നൽകാൻ എനിക്ക് കഴിയുമോ എന്ന് അവൾ എന്നോട് ചോദിച്ചു. ഷീ ആസ്ക്ഡ് മീ. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഈ ക്ലോസ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലാവുന്ന സമയത്ത് പിന്നെ സബോർഡിനേറ്റ് ക്ലോസും പാസ്റ്റ് ടെൻസിൽ തന്നെ ആയിരിക്കണം. അവളുടെ ഒറിജിനൽ ക്വസ്റ്റ്യൻ ക്യാൻ യു ലെൻഡ് മീ സം മണി എന്നായിരിക്കും. അതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിനി ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈഫ് അല്ലെങ്കിൽ വെദർ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കണം. ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ കുഡ് ലെൻഡ് ഹെർ സം മണി. ക്യാൻ പിന്നെ കുഡായി മാറി, കാരണം ഇവിടുത്തെ മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലാണ്. മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലാവുന്ന സമയത്ത് നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിലെ ക്യാൻ, വിൽ, മേ അതുപോലത്തെ ഓക്സിലറീസ് ഒന്നും യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതിന് പകരം കുഡ്, വുഡ്, മൈറ്റ് അതുപോലുള്ള ഓക്സിലറീസ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ വേർഡ് ഓർഡറിലും ഡിഫറൻസ് ഉണ്ട്. റിപ്പോർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് സാധാരണ വേർഡ് ഓർഡർ ആയിരിക്കും, അതായത് സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി വെർബ് വരിക. ഷീ ആസ്ക്ഡ് ഇഫ് ഐ കുഡ് ലെൻഡ് ഹെർ സം മണി. അത് അവളുടെ തെറ്റല്ലെന്ന് അവൾ പറഞ്ഞു. ഇറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക്ക്. അതായിരിക്കും അവളുടെ ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ്സിനെ റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ദാറ്റ് ആണ്. ഷീ സെഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഹെർ മിസ്റ്റേക്ക്. ഷീ സെഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഹെർ മിസ്റ്റേക്ക്. ഇവിടുത്തെ മെയിൻ ക്ലോസ് ഷീ സെഡ് പാസ്റ്റ് ടെൻസിലായത് കാരണം സബോർഡിനേറ്റ് ക്ലോസിലും നമ്മൾ ഉപയോഗിക്കുന്ന പാസ്റ്റ് ടെൻസിലുള്ള വെർബ് തന്നെയാണ്. ഇറ്റ് വാസ് എന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് എന്നല്ല. അവൻ എന്തുകൊണ്ടാണ് ഇത്ര സ്വാർത്ഥമായി പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസിലാണ്. നമുക്ക് ഐ ഡിഡിന്റ് അണ്ടർസ്റ്റാൻഡ് എന്നോ ഐ കുഡിന്റ് അണ്ടർസ്റ്റാൻഡ് എന്നോ പറയാം. ഐ കുഡിന്റ് അണ്ടർസ്റ്റാൻഡ് വൈ ഹി വാസ് ബീയിങ് അല്ലെങ്കിൽ ബിഹേവിങ് സോ സെൽഫിഷ്ലി. ഇനി മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് വാസ് അല്ല, ഈസ് ആണ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഹി ഈസ് ബിഹേവിങ് സോ സെൽഫിഷ്ലി. ഇവിടെ കുഡിന്റ് അണ്ടർസ്റ്റാൻഡ് പാസ്റ്റ് ടെൻസിലായത് കാരണമാണ് പിന്നെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിലെ വാസ് ബീയിങ് എന്ന് പറയുന്നത്. അവർ എന്നിൽ നിന്നും എന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഐ ഫെൽറ്റ്. അവരെന്നിൽ നിന്നും എന്തോ മറച്ചു വെക്കുന്നുണ്ട്. ദേ ആർ ഹൈഡിങ് സംതിങ് ഫ്രം മീ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ദാറ്റ് ആണ്. ഐ ഫെൽറ്റ് ദാറ്റ് ദേ വർ ഹൈഡിങ് സംതിങ് ഫ്രം മീ. എന്നിൽ നിന്ന് എന്തോ അവർ മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഐ ഫെൽറ്റ് ദാറ്റ്. ഫെൽറ്റ് പാസ്റ്റ് ടെൻസിലായത് കാരണം പിന്നെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിൽ ആർ എന്നല്ല പറയുന്നത്, വേർ എന്നാണ്. ദേ വേർ ഹൈഡിങ് സംതിങ് ഫ്രം മീ. അവൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് ഡോക്ടർ അവളോട് ചോദിച്ചു. ദ ഡോക്ടർ ആസ്ക്ഡ് ഹെർ ഹൗ ഷീ ഫെൽറ്റ്. ഡോക്ടറുടെ ഒറിജിനൽ ക്വസ്റ്റ്യൻ ഹൗ ഡു യു ഫീൽ എന്നതായിരിക്കും. അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റും. പിന്നെ അത് ക്വസ്റ്റ്യൻ അല്ല, ഒരു സാധാരണ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓക്സിലറി ഒന്നും നമ്മൾ സബ്ജക്റ്റിന് മുന്നിൽ യൂസ് ചെയ്യുന്നില്ല. ദ ഡോക്ടർ ആസ്ക്ഡ് ഹെർ ഹൗ ഷീ ഫെൽറ്റ്. ഹൗ ഡിഡ് ഷീ ഫീൽ എന്ന് പറയരുത്, ഹൗ ഷീ ഫെൽറ്റ്. ഇനി ഇന്നത്തെ ലെസൺ. അവളുടെ പൂച്ചയ്ക്ക് ഞാൻ വിഷം നൽകിയെന്ന് അവൾ ആരോപിച്ചു. ആരോപിക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വെർബാണ് അക്യൂസ്. അക്യൂസിന് ശേഷം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പ്രിപ്പൊസിഷൻ ഓഫ് ആണ്. ഷീ അക്യൂസ്ഡ് മീ ഓഫ് പോയ്സണിങ് ഹെർ ക്യാറ്റ്. ഈ സ്ട്രക്ചർ ഓർത്ത് വയ്ക്കുക. അക്യൂസ് സംബഡി ഓഫ് സംതിങ്. അക്യൂസിന് ശേഷം ആ വ്യക്തിയെ സൂചിപ്പിക്കുന്ന നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ, പിന്നെ ഓഫ് എന്ന പ്രിപ്പൊസിഷൻ, പിന്നെ ആ പ്രവൃത്തി. ഓഫ് ഒരു പ്രിപ്പൊസിഷൻ ആണ്, അതുകൊണ്ട് തന്നെ അതിനുശേഷം വരുന്നത് ഒരു വെർബ് ആണെങ്കിൽ ആ വെർബ് എല്ലായ്പ്പോഴും അതിന്റെ ING ഫോമിലായിരിക്കണം. ഷീ അക്യൂസ്ഡ് മീ ഓഫ് പോയ്സണിങ് ഹെർ ക്യാറ്റ്. എനിക്ക് ഇരുട്ടിനെ പേടിയാണ്. നമുക്ക് എന്തിനെയെങ്കിലും പേടിയാണ് എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷൻ ആണ് ഐ എം അഫ്രൈഡ് ഓഫ്. അഫ്രൈഡിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പൊസിഷൻ ഓഫ് ആണ്. ഐ എം അഫ്രൈഡ് ഓഫ് ഡാർക്ക്നെസ്. എനിക്ക് ഇരുട്ടിനെ പേടിയാണ്. ഞാൻ നിന്നോട് യോജിക്കുന്നില്ല. നമ്മളൊരു വ്യക്തി പറയുന്നതിനോട് അല്ലെങ്കിൽ അവരുടെ ഒരു നയത്തിനോട്, ഒരു പോളിസിയോടെല്ലാം നമുക്ക് യോജിപ്പാണ് എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷൻ ആണ് എഗ്രി വിത്ത്. എഗ്രിക്ക് ശേഷം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പൊസിഷൻ വിത്ത് ആണ്. ഞാൻ നിന്നോട് യോജിക്കുന്നില്ല, ഐ ഡോണ്ട് എഗ്രി വിത്ത് യു. അവർ പറയുന്നതിനോട് അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു പ്രത്യേക പോളിസിയോട് അതുമായി നമുക്ക് യോജിപ്പില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ എഗ്രി വിത്ത് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുമായി, ഒരു അഭിപ്രായവുമായി, ഒരു പോളിസിയുമായി നമ്മൾ യോജിക്കുന്നു എന്ന് പറയാൻ നമുക്ക് എഗ്രി വിത്ത് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ഞങ്ങൾ ഒരുവിധ എല്ലാ കാര്യങ്ങളിലും സമാന ചിന്താഗതിയുള്ളവരാണ്. ഇവിടെ നമുക്ക് എഗ്രി എബൌട്ട് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. വി എഗ്രി എബൌട്ട് മോസ്റ്റ് തിങ്സ്. നമ്മളിവിടെ ഒരു വ്യക്തിയോട് യോജിക്കുന്നു എന്നല്ല പറയുന്നത്, കുറേയേറെ കാര്യങ്ങളിൽ നമുക്ക് യോജിപ്പുണ്ട് എന്നാണ് പറയുന്നത്. വി എഗ്രി എബൌട്ട് മോസ്റ്റ് തിങ്സ്.
വി എഗ്രി വിത്ത് ഈച്ച് അതർ എബൌട്ട് മോസ്റ്റ് തിങ്സ് എന്നും പറയാം. അതായത് ഞങ്ങൾ പരസ്പരം കുറേയേറെ കാര്യങ്ങളിൽ യോജിക്കുന്നു. എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ യോജിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ എഗ്രി എബൌട്ട് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. എന്നോട് കള്ളം പറഞ്ഞതിൽ എനിക്ക് അവളോട് ദേഷ്യം ഉണ്ടായിരുന്നു. എനിക്ക് ദേഷ്യമായിരുന്നു എന്ന് പറയാൻ നമുക്ക് ഐ വാസ് ആംഗ്രി എന്ന് പറയാം. ആംഗ്രി എന്ന അഡ്ജക്റ്റീവിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ വിത്ത് ആണ്. എനിക്ക് അവളോട് ദേഷ്യം ഉണ്ടായിരുന്നു. ഐ വാസ് ആംഗ്രി വിത്ത് ഹെർ. എന്തിന്? എന്നോട് കള്ളം പറഞ്ഞതിന്. ഫോർ ലൈങ് ടു മീ. ഐ വാസ് ആംഗ്രി വിത്ത് ഹെർ ഫോർ ലൈങ് ടു മീ. ആംഗ്രിക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എല്ലായ്പ്പോഴും വിത്ത് ആണ്. അവൾ അവളുടെ ആരോഗ്യത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നു. അവൾക്ക് ഉത്കണ്ഠയുണ്ട് അവളുടെ ആരോഗ്യകാര്യത്തിൽ. ഉത്കണ്ഠയെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന നൗൺ ആങ്സൈറ്റി ആണ്. ഉത്കണ്ഠയുള്ള അല്ലെങ്കിൽ ഉത്കണ്ഠാകുലമായ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ് ആങ്ഷ്യസ് ആണ്. ഷീ ഈസ് ആങ്ഷ്യസ് എബൌട്ട് ഹെർ ഹെൽത്ത്. ആങ്ഷ്യസിന് ശേഷം എബൌട്ട് എന്ന പ്രിപ്പോസിഷൻ ആണ് വരുന്നത്. ആങ്ഷ്യസിന് ശേഷം നമുക്ക് ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ അതിനർത്ഥം അവർക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട് എന്നെല്ലാമാണ്. ഷീ ഈസ് ആങ്ഷ്യസ് ടു ഫൈൻഡ് എ ജോബ്. ഇവിടെ ആങ്ഷ്യസ് ടു എന്ന എക്സ്പ്രഷൻ അർത്ഥം ഈഗർ ടു എന്ന് തന്നെയാണ്. അതായത് ഒരു ജോലി കണ്ടുപിടിക്കാൻ അവൾ വളരെയധികം ആഗ്രഹിക്കുന്നു. ഷീ ഈസ് ആങ്ഷ്യസ് ടു ഫൈൻഡ് എ ജോബ്. അതിനർത്ഥം ഷീ ഈസ് ഈഗർ ടു ഫൈൻഡ് എ ജോബ് എന്ന് തന്നെയാണ്. ഈഗർനെസ് എന്ന് പറയുമ്പോൾ താല്പര്യം, തിടുക്കം, അതെല്ലാമാണ് അതിനർത്ഥം. നീ എന്നോട് ക്ഷമ പറയുന്നില്ലെങ്കിൽ ഞാൻ നിന്നോട് സംസാരിക്കില്ല. ക്ഷമിക്കുക, അപ്പോളജൈസ്. അതിനുശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. ഇഫ് യു ഡോണ്ട് അപ്പോളജൈസ് ടു മീ. നീ എന്നോട് ക്ഷമ പറയുന്നില്ലെങ്കിൽ ഞാൻ നിന്നോട് സംസാരിക്കില്ല. ഐ വിൽ നോട്ട് ടോക്ക് ടു യു. ഇഫ് യു ഡോണ്ട് അപ്പോളജൈസ് ടു മീ ഐ വിൽ നോട്ട് ടോക്ക് ടു യു. ഞാൻ നിന്നോട് സംസാരിക്കില്ല. ടൈപ്പ് 1 കണ്ടീഷണലാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്, മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1. നമ്മൾ എത്ര മണിക്കാണ് ചെന്നൈയിൽ എത്തുന്നത്? നമ്മളൊരു സ്ഥലത്ത് എത്തുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് അറൈവ്. റീച്ച് നമുക്ക് ഉപയോഗിക്കാം, ഗെറ്റ് ടു നമുക്ക് ഉപയോഗിക്കാം. ഗെറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം ടു എന്ന പ്രിപ്പോസിഷൻ ഉണ്ട്. റീച്ച് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുശേഷം ഒരു പ്രിപ്പോസിഷനും ഇല്ല. അറൈവിന് ശേഷം നമ്മൾ ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. സ്ഥലങ്ങളുടെ പേരിനൊപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ പൊതുവെ ഇൻ ആണ്. കെട്ടിടങ്ങളുടെ, സ്ഥാപനങ്ങളുടെ എല്ലാം മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റ് ആണ്. ചെന്നൈയിൽ എത്ര മണിക്കാണ് നമ്മൾ എത്തുന്നത്? വാട്ട് ടൈം ഡു വി അറൈവ് ഇൻ ചെന്നൈ. ഇവിടെ അറൈവിന് പകരം റീച്ച് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ അവിടെ പ്രിപ്പോസിഷൻ ഇല്ല. വാട്ട് ടൈം ഡു വി റീച്ച് ചെന്നൈ. നമുക്കിവിടെ അറൈവ് ഇൻ എന്നതിന് പകരം ഗെറ്റ് ടു എന്നും പറയാം. വാട്ട് ടൈം ഡു വി ഗെറ്റ് ടു ചെന്നൈ. വെൻ വി അറൈവ്ഡ് അറ്റ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ചെന്നൈ ഒരു സ്ഥലമാണ്, അതിൻ്റെ കൂടെ നമ്മൾ അറൈവ് ഇൻ എന്നാണ് പറയുന്നത്. റെയിൽവേ സ്റ്റേഷൻ, ലൈബ്രറി, എയർപോർട്ട്, ഇതിൻ്റെ എല്ലാം കൂടെ നമ്മൾ ഉപയോഗിക്കുക അറൈവ് അറ്റ് ആണ്. എനിക്ക് പാടാനുള്ള കഴിവില്ല. ഐ കനോട്ട് സിംഗ് എന്ന് പറയാം. മറ്റൊരു രീതിയിൽ നമുക്കിത് പറയാം. ഐ എം നോട്ട് ഗുഡ് അറ്റ് സിംഗിങ് എന്ന് പറയാം. ഐ ആം പുവർ അറ്റ് സിംഗിങ് എന്ന് പറയാം. ഐ ആം ബാഡ് അറ്റ് സിംഗിങ് എന്ന് പറയാം. നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിവുണ്ട് അല്ലെങ്കിൽ കഴിവില്ല എന്ന് പറയാൻ നമുക്ക് ഗുഡ്, ബാഡ്, പുവർ, ഹോപ്പ്ലെസ്, ക്ലവർ ഇതുപോലത്തെ അഡ്ജക്റ്റീവ്സിന് ശേഷം അറ്റ് ഉപയോഗിക്കാം. ഐ ആം ബാഡ് അറ്റ് സിംഗിങ് എന്ന് പറയുമ്പോൾ എനിക്ക് പാടാനുള്ള കഴിവ് തീരെ ഇല്ല എന്നാണ് അർത്ഥം. ഐ എം ഗുഡ് അറ്റ് കുക്കിംഗ്. എനിക്ക് നല്ലതുപോലെ ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കും. ഐ എം ഹോപ്പ്ലെസ് അറ്റ് ഡ്രൈവിംഗ്. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. ഹീ ഈസ് ക്ലവർ അറ്റ് കോഡിംഗ്. അവൻ നല്ലതുപോലെ കോഡ് ചെയ്യും. അവൾ പറയുന്നത് വിശ്വസിക്കരുത്. ഒരാൾ പറയുന്നത് വിശ്വസിക്കുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് ബിലീവ്. ഈ ഒരു അർത്ഥത്തിൽ ബിലീവിന് ശേഷം നമ്മൾ പ്രിപ്പോസിഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല. അവൾ പറയുന്നത് വിശ്വസിക്കരുത്. ഡോണ്ട് ബിലീവ് ഹെർ അല്ലെങ്കിൽ ഡോണ്ട് ബിലീവ് വാട്ട് ഷീ സേസ്. ഡോണ്ട് ബിലീവ് ഹെർ. അവളെ വിശ്വസിക്കരുത്. ഇവിടെ പ്രിപ്പോസിഷൻ ഇല്ല. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഒരു കൺസെപ്റ്റിൽ, ഒരു ആശയത്തിലെല്ലാം നമുക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ ബിലീവ് ഇൻ എന്നാണ് പറയുന്നത്. ഡു യു ബിലീവ് ഇൻ ഗോഡ്? നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് പുനർജന്മത്തിൽ വിശ്വാസമാണ്. ഐ ബിലീവ് ഇൻ റീബർത്ത്. എനിക്ക് പുനർജന്മത്തിൽ വിശ്വാസമാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ആശയത്തിൽ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിൽ, ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബിലീവിന് ശേഷം ഇൻ വേണം. ഡു യു ബിലീവ് ഇൻ ഗോഡ്? ഐ ബിലീവ് ഇൻ റീബർത്ത്. എനിക്ക് പുനർജന്മത്തിൽ വിശ്വാസമാണ്. അയാൾ ലോക്കൽ ഫുട്ബോൾ ക്ലബിന്റെ ഭാഗമാണ്. ഹീസ് എ മെമ്പർ ഓഫ് ദി ലോക്കൽ ഫുട്ബോൾ ക്ലബ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കിവിടെ ബിലോങ് എന്ന വെർബ് ഉപയോഗിച്ചും ഇത് പറയാം. ഹി ബിലോങ്സ് ടു ദ ലോക്കൽ ഫുട്ബോൾ ക്ലബ്ബ്. ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ബിലോങ്ങിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. ഹി ബിലോങ്സ് ടു ദ ലോക്കൽ ഫുട്ബോൾ ക്ലബ്ബ്. നിന്റെ വിജയത്തിൽ ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. അഭിനന്ദിക്കുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് കൺഗ്രാജുലേറ്റ് ആണ്. ഈ വെർബിന് ശേഷം പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. നമുക്ക് വേണമെങ്കിൽ ഫോറും ഉപയോഗിക്കാം. നിന്റെ വിജയത്തിൽ ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. ഐ കൺഗ്രാജുലേറ്റ് യു ഓൺ യുവർ സക്സസ്.
ഫോർ യുവർ സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ കോമൺലി യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. ഐ കൺഗ്രാറ്റുലേറ്റ് യു ഓൺ യുവർ സക്സസ്. ഒന്നാം സമ്മാനം നേടിയതിൽ ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. ഐ കൺഗ്രാറ്റുലേറ്റ് യു ഓൺ വിന്നിംഗ് ദ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫോർ വിന്നിംഗ് ദ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയാം. ഓൺ ആയാലും ഫോർ ആയാലും അത് പ്രിപ്പോസിഷൻസ് ആണ്. പിന്നെ അതിനുശേഷം വരുന്ന വെർബ് ING ഫോമിൽ തന്നെ ആയിരിക്കണം. ഐ കൺഗ്രാറ്റുലേറ്റ് യു ഫോർ വിന്നിംഗ് ദ ഫസ്റ്റ് പ്രൈസ്. നാളെ ഞങ്ങൾ ഒരു പക്ഷേ ബീച്ചിൽ പോയേക്കും. ഉറപ്പില്ല, ഒരു സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കിവിടെ മേ എന്ന ഓക്സിലറി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൈറ്റ് എന്ന ഓക്സിലറി യൂസ് ചെയ്യാം. നാളെ ഞങ്ങൾ ഒരു പക്ഷേ ബീച്ചിൽ പോയേക്കും. വി മൈറ്റ് ഗോ ടു ദ ബീച്ച് ടുമോറോ. അത് കാലാവസ്ഥ അനുസരിച്ചാണ്. നല്ല കാലാവസ്ഥയാണെങ്കിൽ പോവും, നല്ല കാലാവസ്ഥ അല്ലെങ്കിൽ പോവില്ല. ഇത് നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വെതർ. ഡിപ്പെൻഡിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. വി മൈറ്റ് ഗോ ടു ദ ബീച്ച് ടുമോറോ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വെതർ. കാലാവസ്ഥ നല്ലതാണെങ്കിലേ നമ്മൾ പോവുകയുള്ളൂ. ആ ഒരു അർത്ഥത്തിലാണ് നമ്മളിവിടെ ഡിപ്പെൻഡ്സ് ഓൺ ദ വെതർ എന്ന് പറയുന്നത്. അവൻ ഇപ്പോഴും അവൻ്റെ അച്ഛനമ്മമാരെ ആശ്രയിക്കുന്നു. അയാൾ ഇൻഡിപെൻഡൻ്റ് അല്ല, ഇപ്പോഴും അയാൾക്ക് അച്ഛനമ്മമാരുടെ സഹായം വേണം. ഹീ ഈസ് സ്റ്റിൽ ഡിപ്പെൻഡൻറ്റ് ഓൺ ഹിസ് പാരൻസ്. ഇപ്പോഴും അച്ഛനമ്മമാരെ ആശ്രയിക്കുന്നുണ്ട്. ഡിപ്പെൻഡൻറ്റ് ഓൺ, ഡിപ്പെൻഡ് ആയാലും ഡിപ്പെൻഡൻ്റ് ആയാലും അതിനെല്ലാം ശേഷം വരുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഹി സ്റ്റിൽ ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് പാരൻസ് എന്നും പറയാം. ഡിപ്പെൻഡൻ്റ് ഒരു അഡ്ജക്റ്റീവ് ആണ്, ഡിപ്പെൻഡ് വെർബാണ്. ഈസ് ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാലും ഡിപ്പെൻസ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. അവൾ ക്ഷയം കാരണമാണ് മരിച്ചത്. ഒരാളുടെ മരണത്തിന് കാരണമാവുന്ന അസുഖത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്. ഷീ ഡൈഡ് ഓഫ് ട്യൂബർകുലോസിസ്. ഷീ ഡൈഡ് ഓഫ് ട്യൂബർകുലോസിസ്. അവൾ പരിക്ക് കാരണം മരിച്ചു. അസുഖമല്ല, മറിച്ച് ഒരു ആക്സിഡൻറ്റോ മറ്റോ സംഭവിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന പരിക്കുകളെ തുടർന്നാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ നമ്മൾ പൊതുവെ പറയുന്ന പ്രിപ്പോസിഷൻ ഓഫ് അല്ല, ഫ്രം ആണ്. ഷീ ഡൈഡ് ഫ്രം ഹെർ ഇഞ്ചുറീസ്. ഷീ ഡൈഡ് ഫ്രം ഹെർ ഇഞ്ചുറീസ്. ഷീ ഡൈഡ് ഓഫ് ഹെർ ഇഞ്ചുറീസ് എന്നല്ല നോർമലി പറയാം, ഡൈഡ് ഫ്രം ഹെർ ഇഞ്ചുറീസ് എന്നാണ്. അസുഖത്തിൻ്റെ പേര് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്. എൻ്റെ റിസൾട്ടിൽ ഞാൻ നിരാശയായിരുന്നു. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല, ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഡിസപ്പോയിൻറ്റിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ വിത്ത് ആണ്. ഐ വാസ് ഡിസപ്പോയിൻറ്റഡ് വിത്ത് മൈ റിസൾട്ട്. ഐ വാസ് ഡിസപ്പോയിൻറ്റഡ് വിത്ത് മൈ റിസൾട്ട്. വേണമെങ്കിൽ നമുക്ക് എബൌട്ട് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. ഐ വാസ് ഡിസപ്പോയിൻറ്റഡ് എബൌട്ട് മൈ റിസൾട്ട്. കോമൺലി യൂസ് ചെയ്യുന്നത് വിത്ത് ആണ്. ഞങ്ങൾ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. വി ഡിസ്കസ്ഡ് പൊളിറ്റിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ വി ഹാഡ് എ ഡിസ്കഷൻ എബൌട്ട് പൊളിറ്റിക്സ് എന്ന് പറയാം. ഡിസ്കസ് എന്ന വെർബിന് ശേഷം ഒരു പ്രിപ്പോസിഷനും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഡിസ്കഷൻ എന്ന നൗണിന് ശേഷം നമുക്ക് എബൌട്ട് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. ഡിസ്കസ് എന്ന വെർബ് ഉപയോഗിച്ചാണ് ഇത് പറയുന്നതെങ്കിൽ അവിടെ ഒരു പ്രിപ്പോസിഷനും ഇല്ല. വി ഡിസ്കസ്ഡ് പൊളിറ്റിക്സ്. നിന്റെ പദ്ധതികൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമുക്ക് ചർച്ച ചെയ്യാം. ലെറ്റ്സ് ഡിസ്കസ് യുവർ പ്ലാൻസ്. ലെറ്റ്സ് ഡിസ്കസ് യുവർ പ്ലാൻസ്. ഇവിടെ ഡിസ്കസ് എബൌട്ട് എന്ന് പറയരുത്, ഡിസ്കസ് വെർബാണ്. ഡിസ്കഷൻ എന്ന നൗണിന് ശേഷം നമ്മൾ എബൌട്ട് അല്ലെങ്കിൽ ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. പക്ഷേ ഡിസ്കസ് എന്ന വെർബിന് ശേഷം അതിൻ്റെ ഒബ്ജക്റ്റിന് മുന്നിൽ ഒരു പ്രിപ്പോസിഷനും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അടുക്കളയിൽ പ്രവേശിച്ചപ്പോൾ എനിക്ക് ഗ്യാസിൻ്റെ ഗന്ധം അനുഭവപ്പെട്ടു. എനിക്ക് ഗ്യാസിൻ്റെ ഗന്ധം അനുഭവപ്പെട്ടു എന്ന് പറയുമ്പോൾ ഐ കുഡ് സ്മെൽ ഗ്യാസ്. അടുക്കളയിൽ പ്രവേശിച്ചപ്പോൾ വെൻ ഐ എൻറ്റേർഡ് ദ കിച്ചൺ. എൻറ്റർ എന്ന വെർബിന് ശേഷം പ്രിപ്പോസിഷൻ ഒന്നുമില്ല. ഐ കുഡ് സ്മെൽ ഗ്യാസ് വെൻ ഐ എൻറ്റേർഡ് ദ കിച്ചൺ. വെൻ ഐ എൻറ്റേർഡ് ഇൻ ടു എന്നോ വെൻ ഐ എൻറ്റേർഡ് ടു എന്നോ ഒന്നും പറയരുത്. എൻറ്റർ എന്ന വെർബിന് ശേഷം ഒരു പ്രിപ്പോസിഷനും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇവിടെ എൻറ്ററിന് പകരം നമ്മൾ വാക്ക് എന്ന വെർബാണ് യൂസ് ചെയ്തിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ കം എന്ന വെർബാണ് യൂസ് ചെയ്തിരുന്നതെങ്കിൽ നമ്മളിവിടെ ഇൻ ടു എന്ന പ്രിപ്പോസിഷൻ കൂടി ഉപയോഗിക്കണം. ഐ കുഡ് സ്മെൽ ഗ്യാസ് വെൻ ഐ കെയിം ഇൻ ടു ദ കിച്ചൺ, അല്ലെങ്കിൽ വെൻ ഐ വോക്ക്ഡ് ഇൻ ടു ദ കിച്ചൺ. വോക്ക്, കം ഈ വെർബ്സിൻ്റെ കൂടെ നമ്മൾ ഇൻ ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എനിക്ക് വിശദീകരിച്ചു തരാൻ നിനക്ക് കഴിയുമോ? എക്സ്പ്ലെയിൻ എന്ന വെർബിന് ശേഷം ആരോടാണോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് ടു മീ. ക്യാൻ യു എക്സ്പ്ലെയിൻ മീ ദിസ് എന്നല്ല പറയുക, ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് ടു മീ. ഇത് എനിക്ക് വിശദീകരിച്ചു തരാൻ നിനക്ക് സാധിക്കുമോ? ക്യാൻ യു എക്സ്പ്ലെയിൻ മീ ദിസ് എന്ന് പറയരുത്, ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് ടു മീ. എക്സ്പ്ലെയിൻ എന്ന വെർബിന് ശേഷം ഡയറക്റ്റ് ഒബ്ജക്റ്റിന് ശേഷമാണ് പൊതുവെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റായ വ്യക്തി അത് വരാറ്. അവൾ കാറിൽ കയറി ഓടിച്ചു പോയി. കാർ ഒരു പ്രൈവറ്റ് വെഹിക്കിൾ ആണ്. ഒരു പ്രൈവറ്റ് വെഹിക്കിളിനകത്ത് കയറുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഇൻ ആണ്. കാറിനകത്തേക്ക് കയറി എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻ ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. ഷീ ഗോട്ട് ഇൻ ടു ഹെർ കാർ ആൻഡ് ഡ്രോവ് എവേ. ഷീ ഗോട്ട് ഇൻ ടു ഹെർ കാർ ആൻഡ് ഡ്രോവ് എവേ എന്നോ ഡ്രോവ് ഓഫ് എന്നോ പറയാം. അവൾ കാറിൽ നിന്നും ഇറങ്ങി കടയിലേക്ക് നടന്നു.
കാറിൽ കയറുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഇന്നും ഇൻറ്റുവും ആണ്. കാറിൽ നിന്ന് ഇറങ്ങുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഔട്ട് ഓഫ് ആണ്. ഷീ ഗോട്ട് ഔട്ട് ഓഫ് ദ കാർ ആൻഡ് വാക്ക്ഡ് ഇൻ ടു ദ സ്റ്റോർ. അവൾ കാറിൽ നിന്നും ഇറങ്ങി കടയിലേക്ക് നടന്നു. കടയിലേക്ക് നടന്നു എന്ന് പറയുമ്പോൾ വാക്ക് ഇൻ ടു. അവൾ ബസ്സിൽ കയറി, ട്രെയിനിൽ കയറി എന്നെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. ഷീ ഗോട്ട് ഓൺ ദ ബസ്. ഞാൻ 10 മിനിറ്റിൽ ബസ്സിൽ നിന്നും ഇറങ്ങുകയാണ്. 10 മിനിറ്റിനുള്ളിൽ ഞാൻ ബസ്സിൽ നിന്നും ഇറങ്ങും. ഐ വിൽ ഗെറ്റ് ഓഫ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഐ ആം ഗെറ്റിംഗ് ഓഫ് എന്ന് പറയാം. ഐ ആം ഗെറ്റിംഗ് ഓഫ് ദ ബസ് ഇൻ 10 മിനിറ്റ്സ്. ഐ ആം ഗെറ്റിംഗ് ഓഫ് ദ ബസ് ഇൻ 10 മിനിറ്റ്സ്. ഞാനിവിടെ ട്രെയിൻ എന്നാണ് എഴുതിയത്. ബസ്സിൽ കയറുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്. ഐ ആം ഗെറ്റിംഗ് ഓഫ് ദ ബസ് ഇൻ 10 മിനിറ്റ്സ്. അവൾക്ക് ടൈഫോയിഡ് കാരണം സുഖമില്ല. നമ്മളെ ഒരു അസുഖം ബാധിച്ചിരിക്കുന്നു എന്ന് പറയാൻ നമ്മൾ ഇൽ എന്ന അജക്റ്റീവിന്റെ കൂടെ വിത്ത് എന്ന പ്രിപ്പോസിഷൻ കൂടി ഉപയോഗിക്കും. ഷീ ഈസ് ഇൽ വിത്ത് ടൈഫോയിഡ്. അവൾക്ക് ടൈഫോയിഡ് ആണ്. ഷീ ഈസ് ഇൽ വിത്ത് മലേറിയ. ഇൽ വിത്ത് എന്ന് പറയുമ്പോൾ ആ അസുഖം അവർക്ക് ഉണ്ട്, ആ ഒരു രോഗം കാരണം അവർ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, അതാണ് അതിനർത്ഥം. ഷീ ഈസ് ഇൽ വിത്ത് ടൈഫോയിഡ്. നിന്റെ ജോലിയിൽ ഞാൻ വളരെ ഇംപ്രസ്ഡ് ആണ്. ഇംപ്രസ്ഡ് എന്ന അഡ്ജക്റ്റീവിന് ശേഷം നമുക്ക് വിത്ത് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബൈ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. ഐ എം റിയലി ഇംപ്രസ്ഡ് ബൈ യുവർ വർക്ക്, അല്ലെങ്കിൽ ഐ എം റിയലി ഇംപ്രസ്ഡ് വിത്ത് യുവർ വർക്ക്. എന്റെ ഡ്രിങ്ക്സിന്റെ പൈസ അവൾ നൽകുമെന്ന് അവൾ നിർബന്ധം പിടിച്ചു. നിർബന്ധം പിടിച്ചു എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഇൻസിസ്റ്റ് ആണ്. ഷീ ഇൻസിസ്റ്റഡ്. ഇൻസിസ്റ്റിന് ശേഷം നമുക്ക് ഒരു ING ഫോം യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ഒരു ഓൺ എന്ന പ്രിപ്പോസിഷൻ കൂടി ഉപയോഗിക്കേണ്ടി വരും. ഷീ ഇൻസിസ്റ്റഡ് ഓൺ പേയിങ് ഫോർ മൈ ഡ്രിങ്ക്, അല്ലെങ്കിൽ ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ വുഡ് പേ ഫോർ മൈ ഡ്രിങ്ക്. ഷീ ഇൻസിസ്റ്റഡ് ഓൺ പേയിങ് ഫോർ മൈ ഡ്രിങ്ക്. ഓൺ പ്രിപ്പോസിഷൻ ആണ്, അതുകൊണ്ട് തന്നെ പിന്നെ അതിനുശേഷം നമ്മൾ ING ഫോം ആണ് ഉപയോഗിച്ചത്. ഇത് തന്നെ നമുക്ക് ദാറ്റ് ക്ലോസ് ഉപയോഗിച്ചും പറയാം. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ വുഡ് പേ ഫോർ മൈ ഡ്രിങ്ക്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഗ്രാമറിൽ താല്പര്യമുള്ളൂ. വെരി ഫ്യൂ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഗ്രാമർ. വെരി ഫ്യൂ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഗ്രാമർ. ഫ്യൂ ഒരു നെഗറ്റീവ് എക്സ്പ്രഷൻ ആണ്. ഫ്യൂ പീപ്പിൾ എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു നമ്പർ, കാര്യമായി ആർക്കും താല്പര്യമില്ല എന്നൊരർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഫ്യൂ പീപ്പിൾ എന്ന് പറയുന്നത്. എ ഫ്യൂ പീപ്പിൾ എന്ന് പറഞ്ഞാലും ചെറിയ നമ്പർ എന്ന് തന്നെയാണ് അർത്ഥം, പക്ഷെ അതിന് പോസിറ്റീവായ മീനിങ് ആണുള്ളത്. ഫ്യൂ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഗ്രാമർ. ഈ സെന്റൻസിന് അർത്ഥം കാര്യമായി ആർക്കും ഗ്രാമറിൽ താല്പര്യമില്ല എന്നാണ്. നമുക്ക് താല്പര്യമുണ്ട്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് താല്പര്യമുണ്ട് എന്ന് പറയാൻ നമ്മൾ ഇൻട്രസ്റ്റിന് ശേഷം ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. ഇൻട്രസ്റ്റിന് ശേഷം നമുക്ക് ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം, പക്ഷേ അതിൻ്റെ മീനിങ് അല്പം ഡിഫറെൻ്റ് ആണ്. ഐ വാസ് ഇൻട്രസ്റ്റഡ് ടു ഹിയർ എന്ന് പറയുമ്പോൾ അതിന് ഏകദേശം ഐ വാസ് സർപ്രൈസ് ടു ഹിയർ എന്ന് പറയുന്നതിൻ്റെ അതേ മീനിങ് തന്നെയാണ്. അതായത് അത് കേട്ടതിൽ നമുക്കൊരു കൗതുകം തോന്നി, അല്ലെങ്കിൽ ആ ന്യൂസിൽ നമുക്കൊരു താല്പര്യം ഉണ്ടായി, അതെല്ലാം പറയുന്നതിന് വേണ്ടിയാണ് ഇൻട്രസ്റ്റഡ് ടു എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റഡ് ഇൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ താല്പര്യമുണ്ടോ. നിനക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് എന്നാണ് ചോദിക്കുന്നത്. ആളുകൾ എന്നും എന്നോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ളൂ. എന്നും എന്നോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതായത് എൻ്റെ ഇതുവരെയുള്ള ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് ടൈം എക്സ്പീരിയൻസസ് എല്ലാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചാണ് നമ്മൾ പറയാം. പീപ്പിൾ ഹാവ് ഓൾവേസ് ബീൻ നൈസ് ടു മീ, അല്ലെങ്കിൽ കൈൻഡ് ടു മീ എന്ന് പറയാം. നൈസ് ആയാലും കൈൻഡ് ആയാലും അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. പൊളൈറ്റ്, റൂഡ്, ഇതിനെല്ലാം ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനും ടു തന്നെയാണ്. പീപ്പിൾ ഹാവ് ഓൾവേസ് ബീൻ നൈസ് ടു മീ, അല്ലെങ്കിൽ കൈൻഡ് ടു മീ. ആളുകൾ എന്നും എന്നോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. ഹാവ് ബീൻ, ഹാസ് ബീൻ, ഇതെല്ലാം ഈസ്, ആം, ആർ, അതിൻ്റെ എല്ലാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോംസ് ആണ്. അവർ അവനെ പരിഹസിച്ച് ചിരിച്ചു. ദേ ലോഫ്ഡ് അറ്റ് ഹിം. സ്മൈൽ എന്ന വെർബിനും ലോഫ് എന്ന വെർബിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റ് തന്നെയാണ്. സ്മൈൽ എന്ന് പറയുമ്പോൾ നമ്മളെ നോക്കി പുഞ്ചിരിച്ചു എന്നൊരർത്ഥമാണ്. ദേ ലോഫ്ഡ് അറ്റ് ഹിം അല്ലെങ്കിൽ ദേ ലോഫ്ഡ് അറ്റ് മീ എന്ന് പറയുമ്പോൾ എന്നെ പരിഹസിച്ച് ചിരിച്ചു എന്ന അർത്ഥമാണുള്ളത്. നമുക്കിനി ഒരാളെ നമ്മൾ പരിഹസിച്ചു എന്ന് പറയാൻ മറ്റൊരു എക്സ്പ്രഷൻ കൂടി ഉപയോഗിക്കാം. ദേ മെയ്ഡ് ഫൺ ഓഫ് ഹിം, അങ്ങനെയും പറയാം. ദേ മെയ്ഡ് ഫൺ ഓഫ് ഹിം. ഇവിടെ നമ്മൾ ഫണ്ണിന് ശേഷം ഉപയോഗിച്ച പ്രിപ്പോസിഷൻ ഓഫ് ആണ്. ഈ രണ്ട് സെന്റൻസിനും അർത്ഥം, ആദ്യത്തെ സെന്റൻസിന് അർത്ഥം അവർ പരിഹസിച്ച് ചിരിച്ചു എന്നാണ്. രണ്ടാമത്തെ സെന്റൻസിന് അർത്ഥം അവർ അവനെ കളിയാക്കി അല്ലെങ്കിൽ പരിഹസിച്ചു എന്നാണ്. നീ എന്തുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? ഞാൻ പറയുന്നത് എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല, എന്തുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നില്ല, അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഇതെല്ലാമാണ് നമുക്ക് പറയേണ്ടത്. ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്ന വെർബാണ് ലിസൺ. ലിസണിന് ശേഷം ആരെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ടു എന്ന പ്രിപ്പോസിഷൻ കൂടി ഉപയോഗിക്കണം. അതായത് ലിസൺ എന്ന വെർബിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന് മുന്നിൽ ടു ഉപയോഗിക്കണം.
വൈ ഡോണ്ട് യു ലിസൺ ടു മീ, എന്തുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ല. വൈ ഡോണ്ട് യു ലിസൺ മീ അല്ല, ലിസൺ ടു മീ. മീ എന്ന ആ ഒബ്ജക്റ്റിന് മുന്നിൽ നമുക്ക് ഇവിടെ ടു എന്ന പ്രിപ്പോസിഷൻ കൂടി വേണം. ഇനി അവിടെ ആ ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ, ആരെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നില്ലെങ്കിൽ നമുക്ക് ലിസൺ എന്ന് മാത്രം പറഞ്ഞാൽ മതി. വൈ ഡോണ്ട് യു ലിസൺ, നീ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അവിടെ ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കേണ്ട. പക്ഷെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ടു കൂടി വേണം. എന്നെ അതുപോലെ നോക്കരുത്. ഡോണ്ട് ലുക്ക് അറ്റ് മീ ലൈക്ക് ദാറ്റ്. ഡോണ്ട് ലുക്ക് അറ്റ് മീ ലൈക്ക് ദാറ്റ്. സ്മൈൽ, ലുക്ക്, ലോഫ് ഈ വേർബ്സിനെല്ലാം ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റ് ആണ്. ഡോണ്ട് ലുക്ക് അറ്റ് മീ ലൈക്ക് ദാറ്റ്, എന്നെ അതുപോലെ നോക്കരുത്. ഞാൻ യാത്ര പോകുമ്പോൾ എൻ്റെ പൂച്ചകളെ നോക്കാമെന്ന് എൻ്റെ ഫ്രണ്ട് സമ്മതിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് സമ്മതിച്ചിട്ടുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ്. മൈ ഫ്രണ്ട് ഹാസ് എഗ്രീഡ്. എന്താ സമ്മതിച്ചിട്ടുള്ളത്? നോക്കാമെന്ന്. ഒരാളെ നമ്മൾ നോക്കുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ലുക്ക് അറ്റ് ആണ്. അവരെ സംരക്ഷിക്കുക, പരിപാലിക്കുക, ഈ അർത്ഥത്തിലെല്ലാം നമുക്ക് ലുക്കിന് ശേഷം ഉപയോഗിക്കാവുന്ന പ്രിപ്പോസിഷൻ ആഫ്റ്റർ ആണ്. മൈ ഫ്രണ്ട് ഹാസ് എഗ്രീഡ് ടു ലുക്ക് ആഫ്റ്റർ മൈ കാറ്റ്സ് വെൻ ഐ ഗോ ഓൺ വെക്കേഷൻ. മൈ ഫ്രണ്ട് ഹാസ് എഗ്രീഡ് ടു ലുക്ക് ആഫ്റ്റർ മൈ കാറ്റ്സ്. ഇവിടെ ലുക്ക് ആഫ്റ്ററിന് പകരം നമുക്ക് ടേക്ക് കെയർ ഓഫ് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. മൈ ഫ്രണ്ട് ഹാസ് എഗ്രീഡ് ടു ടേക്ക് കെയർ ഓഫ് മൈ കാറ്റ്സ് വെൻ ഐ ഗോ ഓൺ വെക്കേഷൻ. നമ്മൾ പറയാ ഗോ ഓൺ വെക്കേഷൻ, ഗോ ഓൺ ട്രിപ്പ്, ഗോ ഓൺ ഹോളിഡേ, ഗോ ഓൺ പിക്നിക്. ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്, അതുകൂടി ശ്രദ്ധിക്കണം. മൈ ഫ്രണ്ട് ഹാസ് എഗ്രീഡ് ടു ലുക്ക് ആഫ്റ്റർ മൈ കാറ്റ്സ് വെൻ ഐ ഗോ ഓൺ വെക്കേഷൻ. ലുക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ സംരക്ഷിക്കുക, ലുക്ക് അറ്റ് എന്ന് പറയുമ്പോൾ നോക്കുക. ഞാൻ എൻ്റെ ചാവി തിരയുകയാണ്. നമ്മളൊരു കാര്യം അന്വേഷിക്കുകയാണ്, തിരയുകയാണ് എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷനാണ് ലുക്ക് ഫോർ. സെർച്ച് ഫോർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അതിനേക്കാൾ നല്ലത് ലുക്ക് ഫോർ ഉപയോഗിക്കുന്നതാണ്. ഐ ആം ലുക്കിംഗ് ഫോർ മൈ കീ. ഞാൻ എൻ്റെ ചാവി തിരയുകയാണ്. ഹാവ് യു ഫൗണ്ട് ഇറ്റ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പാസ്റ്റ് അല്ല. ഡിഡ് യു ഫൈൻഡ് ഇറ്റ് എന്ന് പറയുന്നതിലും നല്ലതാണ് ഹാവ് യു ഫൗണ്ട് ഇറ്റ് എന്ന് ചോദിക്കുന്നത്. ഡിഡ് യു ഫൈൻഡ് ഇറ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാവുമ്പോൾ എപ്പോഴെങ്കിലും കണ്ടോ എന്നൊരർത്ഥമാണ് അതിനുണ്ട്. നമുക്ക് അതല്ല അറിയേണ്ടത്. ഇപ്പം ഞാൻ അന്വേഷിക്കുകയാണ്, അപ്പം അല്പം മുമ്പ് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹാവ് യു ഫൗണ്ട് ഇറ്റ്. ഇങ്ങനെ പ്രസന്റുമായി റിലേറ്റഡ് ആയ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് അല്ല. ലുക്ക് ഫോറിന് അന്വേഷിക്കുക, തിരയുക ഇതെല്ലാമാണ് അർത്ഥം. പേപ്പർ മരത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, പക്ഷെ അത് രണ്ട് ഒബ്ജക്റ്റും തമ്മിൽ കാഴ്ചയിൽ ഒരു സാമ്യതയും ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക മേക്ക് ഫ്രം ആണ്. പേപ്പർ മരത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. പേപ്പർ ഈസ് മെയ്ഡ് ഫ്രം വുഡ്. പേപ്പർ കാണുന്ന ഒരാൾക്ക് അത് മരത്തിൽ നിന്നാണ് ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് അറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ. കാരണം പേപ്പറും മരവും തമ്മിൽ കാഴ്ചയിൽ ഒരു തരത്തിലുള്ള സാമ്യവുമില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഫ്രം ആണ്, മേക്ക് ഫ്രം. വൈൻ മുന്തിരിയിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത്. വൈൻ ഈസ് മെയ്ഡ് ഫ്രം ഗ്രേപ്സ്. അതുപോലെ തന്നെ വൈൻ കണ്ടു കഴിഞ്ഞാലും അത് അറിയാത്ത ഒരാൾക്ക് അത് മുന്തിരിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ് എന്ന് മനസ്സിലാവില്ല. ഇവിടെ നമ്മൾ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തു ഉണ്ടാക്കി, പക്ഷേ ഈ രണ്ട് വസ്തുക്കൾക്കും ഇടയിൽ കാഴ്ചയിൽ ഒരു സാമ്യവുമില്ല. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മേക്ക് ഫ്രം എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. വൈൻ ഈസ് മെയ്ഡ് ഫ്രം ഗ്രേപ്സ്. പേപ്പർ ഈസ് മെയ്ഡ് ഫ്രം വുഡ്. ഈ ടേബിൾ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചതാണ്. പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ഒരു ടേബിൾ നമുക്ക് കണ്ടു കഴിയുമ്പോൾ അറിയും അത് പ്ലാസ്റ്റിക് തന്നെയാണ്. അതുപോലെ തന്നെ മരം കൊണ്ട് നിർമ്മിച്ച ഒരു ടേബിൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതൊരു മരം കൊണ്ട് തന്നെയാണ് എന്നറിയാം. മരത്തിൻ്റെയും ടേബിളിൻ്റെയും ഷേപ്പ് ഡിഫറെൻ്റ് ആണ്, പക്ഷെ ആ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ നമുക്കത് മരമാണ് എന്ന് മനസ്സിലാവും. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചൊരു വീട്, അത് കണ്ടു കഴിയുമ്പോൾ അത് ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ മേക്കിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്. ദിസ് ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്. ദിസ് ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് വുഡ്. ദിസ് ഹൗസ് ഈസ് മെയ്ഡ് ഓഫ് ബ്രിക്സ്. ഇവിടെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ആ വസ്തു അത് ആ വസ്തു തന്നെയാണ് എന്ന് നമുക്ക് പിന്നെയും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലത്തെ സാഹചര്യങ്ങളിലാണ് നമ്മൾ മേക്ക് ഓഫ് എന്ന് പറയുന്നത്. ദിസ് ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്. രാഹുലുമായുള്ള രൂപയുടെ വിവാഹം അധികകാലം നീണ്ടു നിന്നില്ല. രൂപാസ് മാരേജ് ടു രാഹുൽ ഡിഡിൻ ലാസ്റ്റ് ലോങ്. രൂപാസ് മാരേജ് ടു രാഹുൽ. മാരി എന്ന വെർബിന് ശേഷം നമ്മൾ ഒരു പ്രിപ്പോസിഷനെ യൂസ് ചെയ്യില്ല. പക്ഷെ മാരേജ് എന്ന നൗണിന് ശേഷം നമ്മൾ ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നുണ്ട്. രൂപാസ് മാരേജ് ടു രാഹുൽ ഡിഡിൻ ലാസ്റ്റ് ലോങ്. രൂപ രാഹുലിനെ വിവാഹം കഴിച്ചു എന്നാണ് പറയേണ്ടതെങ്കിൽ രൂപ മാരീഡ് രാഹുൽ എന്നാണ് പറയുക. രൂപ മാരീഡ് ടു രാഹുൽ എന്നോ രൂപ മാരീഡ് വിത്ത് രാഹുൽ എന്നോ പറയില്ല. മാരി എന്ന വെർബിന് ശേഷം ഒരു പ്രിപ്പോസിഷനും ഇല്ല. പക്ഷെ മാരേജ് എന്ന നൗണിന് ശേഷം ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഈസ് മാരീഡ് എന്ന എക്സ്പ്രഷന് ശേഷവും നമ്മൾ ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. ബസ്സിൽ വെച്ച് കണ്ട ഒരു എഞ്ചിനീയറെ അവൾ വിവാഹം കഴിച്ചു. ഷീ മാരീഡ് എൻ എഞ്ചിനീയർ ഷീ മെറ്റ് ഓൺ എ ബസ്. ഷീ മാരീഡ് വിത്ത്, ഷീ മാരീഡ് ടു അതൊന്നും ഇവിടെ പറയരുത്. ഷീ മാരീഡ് എൻ എഞ്ചിനീയർ.
ഷീ മെറ്റ് ഓൺ എ ബസ്. ബസ്സിൽ വെച്ച് കണ്ട ഒരു എഞ്ചിനീയറെ അവൾ വിവാഹം കഴിച്ചു. പക്ഷേ ഇത് തന്നെ ഒരു എഞ്ചിനീയറെയാണ് അവൾ വിവാഹം കഴിച്ചിട്ടുള്ളത് എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പറയുക ഷീ ഈസ് മാരീഡ് ടു എൻ എഞ്ചിനീയർ എന്നാണ്. ഷീ ഈസ് മാരീഡ് ടു എൻ എഞ്ചിനീയർ. ഈസ് മാരീഡിന് ശേഷം ടു എന്ന പ്രിപ്പോസിഷൻ ഉണ്ട്. ഹൗ ലോങ് ഹാവ് യു ബീൻ മാരീഡ് ടു ഹിം? നീ അവനെ വിവാഹം കഴിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വിവാഹിതരായിട്ട് എത്ര കാലമായി? ഹൗ ലോങ് ഹാവ് യു ബീൻ മാരീഡ് ടു ഹിം? കഴിഞ്ഞ ആഴ്ച പാർട്ടിയിൽ വെച്ച് കണ്ടപ്പോൾ അവൻ എൻ്റെ അടുത്ത് അത്ര നന്നായിട്ടല്ല പെരുമാറിയത്. അവൻ എൻ്റെ അടുത്ത് അല്പം റൂഡായാണ്, പരുഷമായാണ് പെരുമാറിയത്. ഹി വാസ് റൂഡ് ടു മീ അല്ലെങ്കിൽ ഹി വാസ് ഇൻ വെരി നൈസ് ടു മീ. റൂഡായാലും നൈസായാലും അതിനുശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. ഹി വാസ് ഇൻ വെരി നൈസ് ടു മീ. എൻ്റെ അടുത്ത് അത്ര നന്നായിട്ടല്ല അവൻ പെരുമാറിയത്. വെൻ വി മെറ്റ് അറ്റ് ദ പാർട്ടി ലാസ്റ്റ് വീക്ക്. അറ്റ് ദ പാർട്ടി, അറ്റ് ദ വെഡ്ഡിംഗ്, അറ്റ് ദ മീറ്റിംഗ്, അറ്റ് ദ കൺസേർട്ട്, ഇതുപോലുള്ള എക്സ്പ്രഷൻസിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റ് ആണ്. നമ്മൾ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു, അവരെ എങ്ങനെ സമീപിക്കുന്നു, ഇതിനെ സൂചിപ്പിക്കുന്ന അജക്റ്റീവ്സിന് ശേഷം കൈൻഡ്, ഗുഡ്, ജനറസ്, നൈസ്, പൊളൈറ്റ്, റൂഡ്, ഇംപൊളൈറ്റ്, ഇതിനെല്ലാം ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. നിന്റെ ഡ്രിങ്കിന്റെ പൈസ ഞാൻ കൊടുക്കാം. ഐ വിൽ പേ ഫോർ യുവർ ഡ്രിങ്ക്. പേ ഫോർ, ഐ വിൽ പേ ഫോർ യുവർ ഡ്രിങ്ക്. പേ എന്ന വെർബിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഫോർ ആണ്. യു ഡോണ്ട് ഹാവ് ടു പേ ഫോർ ദാറ്റ് കോൾ. ആ ഫോൺ കോളിന് നിനക്ക് പൈസയൊന്നും കൊടുക്കേണ്ടതില്ല. പോകുന്നതിൽ നിന്നും എന്നെ തടയാൻ നിനക്കാവില്ല. നെഗറ്റീവായ മീനിങ്സ് ഉള്ള ചില വേർഡ്സ് ഉണ്ട്. സ്റ്റോപ്പ്, പ്രിവെന്റ്, ഡിസ്കറേജ്. ഇതിനെല്ലാം ശേഷം നമ്മൾ ഉപയോഗിക്കുക ഫ്രം പ്ലസ് ING ആണ്. യു കനോട്ട് സ്റ്റോപ്പ് മീ ഫ്രം ഗോയിങ്. യു കനോട്ട് പ്രിവെന്റ് മീ ഫ്രം ഗോയിങ് എന്നും പറയാം. പ്രിവെന്റ്, സ്റ്റോപ്പ്, ഡിസ്കറേജ്, ഇതുപോലത്തെ വേർബ്സിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രം പ്ലസ് ING ആണ്. അപകടത്തിന്റെ കാരണം ആർക്കും അറിയില്ല. കാരണത്തിനെ സൂചിപ്പിക്കാൻ നമ്മൾ രണ്ട് നൗൺസ് ഉപയോഗിക്കും ഇംഗ്ലീഷിൽ. കോസ് ഉപയോഗിക്കും, റീസൺ ഉപയോഗിക്കും. റീസണിന് ശേഷം വരിക ഫോർ ആണ്, കോസിന് ശേഷം വരിക ഓഫ് ആണ്. നോബഡി നോസ് ദ റീസൺ ഫോർ ദ ആക്സിഡന്റ് അല്ലെങ്കിൽ നോബഡി നോസ് ദ കോസ് ഓഫ് ദ ആക്സിഡന്റ്. നോബഡി നോസ് ദ റീസൺ ഫോർ ദ ആക്സിഡന്റ്. റീസണിന് ശേഷം ഫോർ, കോസിന് ശേഷം ഓഫ്. നോബഡി നോസ് ദ കോസ് ഓഫ് ദ ആക്സിഡന്റ്. നീ എന്നെ നിന്റെ അമ്മമ്മയെ ഓർമ്മിപ്പിക്കുന്നു. നിന്നെ കാണുമ്പോഴെല്ലാം എനിക്ക് നിന്റെ അമ്മമ്മയാണ് ഓർമ്മ വരുന്നത്. യു റിമൈൻഡ് മീ ഓഫ് യുവർ ഗ്രാൻഡ് മദർ. റിമൈൻഡിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്. യു റിമൈൻഡ് മീ ഓഫ് യുവർ ഗ്രാൻഡ് മദർ. ആരെയാണ് ഓർമ്മിപ്പിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ആ ഒരു പ്രൊനൗൺ കൂടി ഇടയിൽ വരുന്നുണ്ട്. ഒരു നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ കൂടി ഇടയിൽ വരുന്നുണ്ട്. യു റിമൈൻഡ് മീ ഓഫ് യുവർ ഗ്രാൻഡ് മദർ. പക്ഷേ നിന്റെ അമ്മമ്മയെ പോലെയാണ് നീ എന്ന് പറയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക റിസംബിൾ എന്ന വെർബാണ്. അതിനുശേഷം ഒരു പ്രിപ്പോസിഷനും ഇല്ല. യു റിസംബിൾ യുവർ ഗ്രാൻഡ് മദർ. യു റിസംബിൾ വിത്ത് എന്നോ യു റിസംബിൾ ടു എന്നോ പറയരുത്. യു റിസംബിൾ യുവർ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ യു ലുക്ക് ലൈക്ക് യുവർ ഗ്രാൻഡ് മദർ. റിമൈൻഡിന് ശേഷം ഓഫ് എന്ന പ്രിപ്പോസിഷൻ ഉണ്ട്. റിസംബിളിന് ശേഷം പ്രിപ്പോസിഷൻ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നിന്റെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം നിനക്കാണ്. യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ആക്ഷൻസ്. റെസ്പോൺസിബിളിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഫോർ ആണ്. യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ആക്ഷൻസ്. അവൻ എന്നോട് എപ്പോഴും പരുഷമായാണ് പെരുമാറുന്നത്. ഹി ഈസ് ഓൾവേസ് റൂഡ് ടു മീ. ഹി ഈസ് ഓൾവേസ് റൂഡ് ടു മീ. അവൻ എന്നോട് എപ്പോഴും പരുഷമായാണ് പെരുമാറുന്നത്. ഇനി നമ്മൾ കണ്ടിട്ടുള്ളപ്പോഴെല്ലാം അവൻ അങ്ങനെയേ പെരുമാറിയിട്ടുള്ളൂ എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പറയാം ഹി ഹാസ് ഓൾവേസ് ബീൻ റൂഡ് ടു മീ എന്നാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഈ സെന്റൻസിൽ നമ്മൾ ഉപയോഗിച്ച സിമ്പിൾ പ്രസന്റ് ആണ്. ഈസിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാസ് ബീൻ. ഇന്നലെ സ്റ്റേഷനിൽ വെച്ച് ഞാനൊരു പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടി. നമ്മൾ യാദൃശ്ചികമായി ഒരാളെ കണ്ടു എന്ന് പറയാൻ നമുക്ക് ഐ റാൻ ഇൻ ടു എന്ന് പറയാം, അല്ലെങ്കിൽ ഐ കെയിം അക്രോസ് എന്ന് പറയാം. I ran into an old friend at the station yesterday. I ran into an old friend at the station yesterday. I met എന്ന് പറയുന്നതിന് പകരമാണ് നമ്മളിവിടെ ran into എന്ന് പറയുന്നത്. ഇതേ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു എക്സ്പ്രഷനാണ് came across. I came across an old friend at the station yesterday. അങ്ങനെയും പറയാം. അവർ ഞങ്ങളുടെ ലഗേജ് പരിശോധിച്ചു. പരിശോധിച്ചു എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന വെർബ് സെർച്ച് ആണ്. നമ്മുടെ ലഗേജ് പരിശോധിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് ഉള്ളത് എന്ന് പരിശോധിച്ചു. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ സെർച്ചിന് ശേഷം നമ്മൾ ഒരു പ്രിപ്പോസിഷനും ഉപയോഗിക്കുന്നില്ല. ദേ സെർച്ച്ഡ് മൈ ലഗേജ്. അവർ എൻ്റെ ലഗേജ് പരിശോധിച്ചു. അവർ അവനെ ശിരസ് മുതൽ പാദം വരെ പരിശോധിച്ചു. ദേ സെർച്ച്ഡ് ഹിം ഫ്രം ഹെഡ് ടു ഫുട്ട്. ദേ സെർച്ച്ഡ് ഹിം ഫ്രം ഹെഡ് ടു ഫുട്ട്. ഇവിടെയൊന്നും സെർച്ചിന് ശേഷം ഒരു പ്രിപ്പോസിഷനും ഇല്ല. പക്ഷെ സെർച്ച് ഫോർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനെങ്കിലും വേണ്ടി ഒരു സ്ഥലം മുഴുവൻ നമ്മൾ തിരയുന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. മോഷ്ടിക്കപ്പെട്ട രത്നങ്ങൾക്ക് വേണ്ടി പോലീസ് തിരയുകയാണ്. ദ പോലീസ് ആർ സെർച്ചിങ് ഫോർ ദ സ്റ്റോളൻ ജുവൽസ്. ദ പോലീസ് ആർ സെർച്ചിങ് ഫോർ ദ സ്റ്റോളൻ ജുവൽസ്. ഇവിടെ നമ്മൾ സെർച്ചിങ് ഫോർ എന്നാണ് പറയുന്നത്.
ആ ജുവൽസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പോലീസ് ആ പരിസരം തിരയുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ലുക്കിംഗ് ഫോർ എന്ന് പറയാം, പക്ഷെ കൂടുതൽ അപ്രോപ്രിയേറ്റ്, എസ്പെഷ്യലി പോലീസ് ചെയ്യുന്നത് കാരണം കൂടുതൽ അപ്രോപ്രിയേറ്റ് ഇവിടെ സെർച്ച് ഫോർ എന്ന വെർബ് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ നമ്മുടെ ചാവി അന്വേഷിക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം തിരയുകയാണ് എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബ് ലുക്ക് ഫോർ ആണ്. പക്ഷെ ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ സെർച്ച് ഫോർ എന്ന വെർബാണ് കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ്. പക്ഷെ പോലീസ് ആ പ്രദേശം മുഴുവൻ തിരഞ്ഞു എന്നാണ് പറയേണ്ടതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം ദ പോലീസ് സെർച്ച്ഡ് ദ എൻറ്റയർ നെയ്ബർഹുഡ് എന്നാണ്. സെർച്ച്ഡ് ഫോർ അല്ല പിന്നെ നമ്മളോട് ഉപയോഗിക്കുന്നത്, ആ പ്രദേശം മുഴുവൻ പോലീസ് തിരഞ്ഞു. ദ പോലീസ് സെർച്ച്ഡ് ദ എൻറ്റയർ നെയ്ബർഹുഡ്. പക്ഷെ ഒരാളെ പോലീസ് അന്വേഷിക്കുകയാണെങ്കിൽ, അയാൾക്ക് വേണ്ടി തിരയുകയാണെങ്കിൽ നമ്മൾ പറയുക സെർച്ചിങ് ഫോർ എന്നാണ്. ദ പോലീസ് ആർ സെർച്ചിങ് ഫോർ ദ കൾപ്രിറ്റ്. കുറ്റവാളിക്ക് വേണ്ടി പോലീസ് തിരയുകയാണ്. അകാലത്തിലുള്ള അയാളുടെ മരണ വാർത്ത ഞങ്ങളെ ഞെട്ടിച്ചു. അകാലത്തിലുള്ള എന്ന് പറയുമ്പോൾ അൺടൈംലി, മരണം. ഇവിടെ നമുക്ക് ഡിമൈസ് എന്ന നൗൺ യൂസ് ചെയ്യാം. അൺടൈംലി ഡിമൈസ് എന്നോ അൺടൈംലി ഡെത്ത് എന്നോ പറയാം. അയാളുടെ അകാലത്തിലുള്ള മരണ വാർത്ത ഞങ്ങളെ ഞെട്ടിച്ചു. ഇത് നമുക്ക് ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും പറയാം. ആക്റ്റീവ് വോയിസിൽ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുക, ദ ന്യൂസ് ഓഫ് ഹിസ് അൺടൈംലി ഡിമൈസ് ഷോക്ക്ഡ് അസ്. പാസീവ് വോയിസിൽ പറയുമ്പോൾ നമ്മളിത് ഇങ്ങനെ പറയാം, വി വർ ഷോക്ക്ഡ് ബൈ ദ ന്യൂസ് ഓഫ് ഹിസ് അൺടൈംലി ഡിമൈസ്, അല്ലെങ്കിൽ വി വർ ഷോക്ക്ഡ് അറ്റ്. ഷോക്ക്ഡ് ബൈ അല്ലെങ്കിൽ ഷോക്ക്ഡ് അറ്റ്. ഷോക്കിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് അറ്റ് അല്ലെങ്കിൽ ബൈ ആണ്. വി വർ ഷോക്ക്ഡ് ബൈ ദ ന്യൂസ് ഓഫ് ഹിസ് അൺടൈംലി ഡിമൈസ്. അകാലത്തിലുള്ള അയാളുടെ മരണ വാർത്ത ഞങ്ങളെ ഞെട്ടിച്ചു. എന്നോട് ഷൗട്ട് ചെയ്യരുത്. ഷൗട്ടിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റാണ്. ഡോണ്ട് ഷൗട്ട് അറ്റ് മീ അല്ലെങ്കിൽ സ്റ്റോപ്പ് ഷൗട്ടിങ് അറ്റ് മീ. എന്നോട് ഷൗട്ട് ചെയ്യുന്നത് നിർത്തൂ, അല്ലെങ്കിൽ ഡോണ്ട് ഷൗട്ട് അറ്റ് മീ, എന്നോട് ഷൗട്ട് ചെയ്യരുത്. ലുക്ക്, സ്റ്റെയർ, ഷൗട്ട്, എൽ, ഇതിനെല്ലാം ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റാണ്. കുഞ്ഞ് എന്നോട് ചിരിച്ചു. ദ ബേബി സ്മൈൽഡ് അറ്റ് മീ. സ്മൈൽ, ലോഫ്, ഇതിന് ശേഷവും ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് അറ്റ് തന്നെയാണ്. സംഭവിച്ചതിൽ എനിക്ക് ഖേദമുണ്ട്. I am sorry about what happened. I am sorry about what happened. What happened എന്ന് പറയുമ്പോൾ സംഭവിച്ചത്. I am sorry about what happened. നിങ്ങളുടെ ജനൽ ഉടച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. I am sorry about breaking your window എന്ന് പറയാം, അല്ലെങ്കിൽ I am sorry for breaking your window എന്ന് പറയാം. I am sorry about breaking your window അല്ലെങ്കിൽ I am sorry for breaking your window. എനിക്ക് അവളുടെ കാര്യത്തിൽ വിഷമമുണ്ട്. അവളുടെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വിഷമമുണ്ട് എന്ന് പറയാൻ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എബൌട്ട് അല്ല, ഫോർ ആണ്. ഐ ഫീൽ സോറി ഫോർ ഹെർ. ഐ ഫീൽ സോറി ഫോർ ഹെർ. എനിക്ക് അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷമമുണ്ട്, അതെല്ലാമാണ് ഇതിനർത്ഥം. നമ്മൾ ചെയ്ത ഒരു കാര്യത്തിൽ നമുക്ക് വിഷമമുണ്ട് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന സോറി ഫോർ അല്ലെങ്കിൽ സോറി എബൌട്ട് ആണ്. ഐ എം സോറി ഫോർ ഡിസ്റ്റർബിങ് യു. നിന്നെ ശല്യം ചെയ്തതിൽ എനിക്ക് വിഷമമുണ്ട്. ഐ എം സോറി അബൌട്ട് ബ്രേക്കിംഗ് യുവർ വിൻഡോ. നിന്റെ ജനൽ പൊട്ടിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. ഐ എം സോറി അബൌട്ട് വാട്ട് ഹാപ്പൻഡ്. ഒരാളുടെ കാര്യത്തിൽ അവരെക്കുറിച്ച്, അവരുടെ സിറ്റുവേഷനിൽ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഫീൽ സോറി ഫോർ എന്ന എക്സ്പ്രഷനാണ്. ഐ ഫീൽ സോറി ഫോർ ഹെർ. എനിക്ക് മാനേജരോട് സംസാരിക്കാനാവുമോ? ക്യാൻ ഐ സ്പീക്ക് ടു ദ മാനേജർ അല്ലെങ്കിൽ ക്യാൻ ഐ ടോക്ക് ടു ദ മാനേജർ. സ്പീക്ക് ആയാലും ടോക്ക് ആയാലും അതിനുശേഷം ടു എന്ന പ്രിപ്പോസിഷൻ ഉണ്ട്. വേണമെങ്കിൽ നമുക്കിവിടെ ടുവിന് പകരം വിത്ത് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. പക്ഷെ കോമൺലി യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ടു തന്നെയാണ്. കുഡ് ഐ സ്പീക്ക് ടു ദ മാനേജർ അല്ലെങ്കിൽ കുഡ് ഐ ടോക്ക് ടു ദ മാനേജർ. വിത്ത് നമുക്കിവിടെ ഉപയോഗിക്കാം. അവൾക്ക് ക്യാൻസർ ആണ്. ഷീ ഹാസ് ക്യാൻസർ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഷീ സഫേഴ്സ് ഫ്രം ക്യാൻസർ എന്ന് പറയാം. നമുക്കൊരു അസുഖമുണ്ട്, ആ അസുഖം കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സഫർ ഫ്രം എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ഷീ സഫേഴ്സ് ഫ്രം ക്യാൻസർ. ഞാൻ മെഡിസിൻ പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. നമ്മളൊരു കാര്യം ചെയ്യാൻ ആലോചിക്കുന്നു, അത് കൺസിഡർ ചെയ്യുന്നു എന്ന് പറയാൻ നമ്മൾ തിങ്ക് എന്ന വെർബ് അതിൻ്റെ ING ഫോമിലാണ് യൂസ് ചെയ്യുക. ഐ എം തിങ്കിങ് ഓഫ് സ്റ്റഡിയിങ് മെഡിസിൻ. ഓഫിന് ശേഷം ഓഫ് പ്രിപ്പോസിഷൻ ആണ്, പിന്നെ അതിനുശേഷം വരിക ING ഫോമാണ്. ഐ എം തിങ്കിങ് ഓഫ് സ്റ്റഡിയിങ് മെഡിസിൻ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എബൌട്ട് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. ഐ എം തിങ്കിങ് എബൌട്ട് സ്റ്റഡിയിങ് മെഡിസിൻ. ഈ ഒരു അർത്ഥത്തിൽ, അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു, അതിനെക്കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ തിങ്ക് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അത് അതിൻ്റെ ING ഫോമിൽ തന്നെ വേണം ഉപയോഗിക്കാൻ. ഐ തിങ്ക് ഓഫ് എന്ന് പറയരുത്. ഐ എം തിങ്കിങ് ഓഫ് സ്റ്റഡിയിങ് മെഡിസിൻ. ഐ എം തിങ്കിങ് ഓഫ് റൈറ്റിംഗ് എ നോവൽ. ഞാനൊരു നോവൽ എഴുതുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഐ എം തിങ്കിങ് ഓഫ് ബൈയിങ് എ കാർ. ഞാനൊരു കാറ് വാങ്ങിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഈ അർത്ഥത്തിൽ തിങ്ക് എല്ലായ്പ്പോഴും അതിൻ്റെ ING ഫോമിൽ തന്നെ യൂസ് ചെയ്യണം. പിന്നെ അതിനുശേഷം വരിക ഓഫ് പ്ലസ് ING ആണ്. ഐ എം തിങ്കിങ് ഓഫ് സ്റ്റഡിയിങ് മെഡിസിൻ. ഒരാളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും തിങ്ക് അതിൻ്റെ സിമ്പിൾ ഫോമിലാണ് യൂസ് ചെയ്യുക, ഇൻഫിനിറ്റീവ് ഫോമിലാണ് യൂസ് ചെയ്യുക. വാട്ട് ഡു യു തിങ്ക്?
അവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓഫ് തന്നെയാണ്. വാട്ട് ഡു യു തിങ്ക് ഓഫ് മൈ ഹെയർ സ്റ്റൈൽ? എൻ്റെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? വാട്ട് ഡു യു തിങ്ക് ഓഫ് ഹെർ ബോയ് ഫ്രണ്ട്? അവളുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ആ അർത്ഥത്തിൽ നമ്മൾ തിങ്ക് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അത് അതിൻ്റെ ഇൻഫിനിറ്റീവ് ഫോമിൽ, അതായത് ഫസ്റ്റ് ഫോമിൽ വേണം യൂസ് ചെയ്യാൻ. അതാണ് ആലോചിക്കുന്നത് എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ തിങ്ക് അതിൻ്റെ ING ഫോമിൽ വേണം യൂസ് ചെയ്യാൻ. സംഭവത്തിൻ്റെ അപ്രതീക്ഷിത വഴിത്തിരിവ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. അല്ലെങ്കിൽ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. വി വർ സർപ്രൈസ്ഡ് ബൈ ദ അൺഎക്സ്പെക്റ്റഡ് ടേൺ ഓഫ് ഇവൻറ്റ്സ്. അപ്രതീക്ഷിത വഴിത്തിരിവ് എന്ന് പറയുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ടേൺ ഓഫ് ഇവൻറ്റ്സ്. വി വർ സർപ്രൈസ്ഡ് ബൈ ദ അൺഎക്സ്പെക്റ്റഡ് ടേൺ ഓഫ് ഇവൻറ്റ്സ്. ഇവിടെ നമുക്ക് സർപ്രൈസ്ഡ് ബൈ എന്നും പറയാം, സർപ്രൈസ്ഡ് അറ്റ് എന്നും പറയാം. ഷോക്കിന് ശേഷവും നമ്മൾ അറ്റ്, ബൈ ഈ രണ്ട് പ്രിപ്പോസിഷൻസ് ഉപയോഗിച്ചു. സർപ്രൈസിന് ശേഷവും നമുക്ക് ഈ രണ്ട് പ്രിപ്പോസിഷൻസും യൂസ് ചെയ്യാം. പരാജയപ്പെടുമെന്ന ചിന്ത ഒരിക്കലും അവന് ഉണ്ടായില്ല. The thought of failing അല്ലെങ്കിൽ the thought of failure never entered his head. The thought of failing never entered his head. Thought of, thoughtന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്. The thought of failing never entered his head. ഞാൻ ബാഗിൽ തട്ടി വീണു. നമ്മൾ നടക്കുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ തട്ടി, അത് കാരണം നമ്മൾ വീണു എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് ട്രിപ്പ്. അതിനുശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓവർ ആണ്. I tripped over the bag and fell. I tripped over the bag and fell down. ഞാൻ വീണു. പൂച്ചയെ കല്ലെറിയരുത്. Don't throw stones at the cat. Throw at. ത്രോയ്ക്ക് ശേഷം at എന്ന പ്രിപ്പോസിഷൻ വരുമ്പോൾ എറിയുക എന്നൊരർത്ഥമാണ്. അറ്റാക്ക് എന്നൊരു മീനിങ് അതിനുണ്ട്. ഷൗട്ട്, എൽ, ത്രോ. ഇതുപോലെ ആളുകളെ ആക്രമിക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് എപ്പോഴും at ആണ്. Don't throw stones at the cat. മൃഗങ്ങൾക്ക് ഭക്ഷണം എറിഞ്ഞു കൊടുക്കരുത്. ത്രോ എന്ന വെർബിന് ശേഷം നമുക്ക് ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ അറ്റാക്ക് എന്നൊരു മീനിങ് അവിടെ ഇല്ല. Don't throw food at the animals എന്നല്ല നമ്മൾ പറയുന്നത്. Don't throw food to the animals എന്നാണ്. ത്രോ ടു എന്ന് പറയുമ്പോൾ എറിഞ്ഞു കൊടുക്കുക എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ ഇവിടെ അറ്റാക്ക് എന്ന മീനിങ് ഇല്ല. അവർക്ക് കഴിക്കുന്നതിന് വേണ്ടി ഇട്ട് കൊടുക്കുക. ആ അർത്ഥത്തിൽ നമ്മൾ ത്രോ യൂസ് ചെയ്യുമ്പോൾ പിന്നെ അതിനുശേഷം വരുന്നത് ടു എന്ന പ്രിപ്പോസിഷനാണ്. ഇത് സൂലും മറ്റുമൊക്കെ നമ്മൾ കാണുന്ന ഒരു സൈൻ ബോർഡാണ്. മൃഗങ്ങൾക്ക് ഭക്ഷണം എറിഞ്ഞു കൊടുക്കരുത്. ഡോണ്ട് ത്രോ ഫുഡ് ടു ദ അനിമൽസ്. ഇവിടെ അറ്റ് എന്ന് പറയരുത്. ത്രോ അറ്റ് എന്ന വാക്കിന് ആക്രമിക്കുക എന്നൊരർത്ഥമുണ്ട്. ത്രോ അപ്പ് എന്നതിന് വൊമിറ്റ് ചെയ്യുക എന്നർത്ഥമാണ്. ഹി ത്രൂ അപ്പ് എന്ന് പറയുമ്പോൾ അവൻ വൊമിറ്റ് ചെയ്തു എന്നർത്ഥമാണ്. ത്രോ ടു എന്ന് പറയുമ്പോൾ ഉപദ്രവിക്കുക എന്ന ഉദ്ദേശമില്ലാതെ എന്തെങ്കിലും ഒന്ന് എറിഞ്ഞു കൊടുക്കുക എന്നർത്ഥമാണ്. ഷൗട്ട് എന്ന വെർബിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഷൗട്ട് ടു എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നതിന് വേണ്ടി അവരെ ഉച്ചത്തിൽ സംസാരിച്ചു എന്നാണ്. നമ്മളെ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് ദേഷ്യപ്പെട്ടു എന്നൊരർത്ഥം അതിലില്ല. ഹി ഷൗട്ടഡ് ടു മീ എന്ന് പറയുമ്പോൾ എനിക്ക് കേൾക്കാനായി ദൂരെ എവിടെ നിന്നോ അവൻ ഉച്ചത്തിൽ സംസാരിച്ചു, ആ അർത്ഥമാണ് വരുന്നത്. ത്രോ, ഷൗട്ട് ഈ രണ്ട് വേർബ്സിന് ശേഷവും നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത് അറ്റാക്ക് എന്ന ഒരു മീനിങ് വരുമ്പോഴാണ്. ടു ഉപയോഗിക്കുന്നത് ആ ഒരു മീനിങ് ഇല്ലാതെയാണ്. ഡോണ്ട് ത്രോ ഫുഡ് ടു ദ ആനിമൽസ്. മൃഗങ്ങൾക്ക് ഭക്ഷണം എറിഞ്ഞു കൊടുക്കരുത്. എന്തു പറ്റി നിനക്ക്? വാട്ട് ഹാപ്പൻ ടു യു എന്ന് ചോദിക്കാം. വാട്ട് ഈസ് റോങ് വിത്ത് യു എന്ന് ചോദിക്കാം. വാട്ട് ഈസ് ദ മാറ്റർ വിത്ത് യു എന്നും ചോദിക്കാം. ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ വിത്ത് ആണ്. വാട്ട് ഈസ് റോങ് വിത്ത് യു അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മാറ്റർ വിത്ത് യു. വാട്ട് ഹാപ്പൻ ടു യു എന്നും ചോദിക്കാം. അവിടെ ഉപയോഗിച്ച പ്രിപ്പോസിഷൻ ടു ആണ്. ഇനി ഇന്നത്തെ ഹോംവർക്ക്, ഈ സെൻറ്റൻസസ് അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻസ് ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇത് ഒരുവിധം എല്ലാം നമ്മൾ ഈ ലെസണിൽ നോക്കിയത് തന്നെയാണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാം. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.